ഒന്നും രണ്ടുമല്ല 21 പേരെ അണിനിരത്തിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാൽ കളം പിടിക്കുന്നത്. കോൺഗ്രസിനകത്ത് കെ.സി. തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതും ഈ 21 പേരിലൂടെയാണ്. ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ നയിക്കുക ആര് എന്ന ചോദ്യത്തിന് പോലും ഒരു അറുതി വരുത്തുന്ന തരത്തിൽ ഗംഭീര പെർഫോമൻസ് നടത്തുകയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ. ഇവിടെ ചില അതൃപ്തികൾ മുരളീധരനും ചാണ്ടി ഉമ്മനുമൊക്കെ നടത്തിയപ്പോൾ അവരെ കൂടി ഒപ്പം കൂട്ടാനുള്ള കൊണ്ടുപിടിച്ച ശ്രമവും കെ.സി. നടത്തി എന്നതാണ് അതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പറഞ്ഞു വരുന്നത്, പുനഃസംഘടനാ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനായി അദ്ദേഹം നിർദ്ദേശിച്ച 2 പേരെയും ജനറൽ സെക്രട്ടറിമാരാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നേതൃത്വം. ബുധനാഴ്ച കെ.സി. വേണുഗോപാൽ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ കെ മുരളീധരന് ഉറപ്പും നൽകും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടനയിൽ ഏറ്റവും കൂടുതൽ പേര് ലഭിച്ചത് കെ.സി. വേണുഗോപാൽ പക്ഷത്തിനാണ്. സംസ്ഥാന തലത്തിൽ ശക്തിയാർജിക്കാനുള്ള കെ.സിയുടെ നീക്കത്തിൽ കെ മുരളീധരനെയും ഒപ്പം കൂട്ടാൻ നീക്കമുണ്ട്. പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കാനുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. പുനഃസംഘടനയിൽ വ്യക്തമായ ഭൂരിപക്ഷ പ്രാതിനിധ്യം നേടി കെ.സി. ശക്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി 21 പേർ കെ.സി. വിഭാഗത്തിനുണ്ട്. തൊട്ടുപിന്നിൽ 15 ഭാരവാഹികളുമായി ചെന്നിത്തല ഗ്രൂപ്പ്. എ ഗ്രൂപ്പിന് 16 ഭാരവാഹികളും കെ സുധാകരന് 4 പേരെയുമാണ് ലഭിച്ചത്. വി.ഡി. സതീശൻ ഒരു ഭാരവാഹിയും തന്റെ ഭാഗമായി അവകാശപ്പെടുന്നില്ല എങ്കിലും 8 പേർ പ്രകടമായ സതീശൻ വിഭാഗക്കാരാണ് എന്നതും ശ്രദ്ധേയമാണ്. മുരളീധരൻ നിർദ്ദേശിച്ച 2 പേരെയും പരിഗണിക്കുമെന്ന് ഉറപ്പ് നേതൃത്വം നൽകുന്നുമുണ്ട്. ഒപ്പം തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച കെ സുധാകരന്റെ അഭിപ്രായവും പരിഗണിക്കും. റിജിൽ മാക്കൂറ്റിക്ക് സ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് സുധാകരൻ ഉന്നയിക്കുന്നത്. പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ പുതിയ ഫോർമുല നടപ്പാക്കുന്നതോടെ കെ.പി.സി.സിയുടെ പട്ടിക ജംബോയാകും മാറും. അതൃപ്തിയുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും കെ.പി.സി.സി സെക്രട്ടറിമാർ ആക്കാനാണ് നിലവിലെ തീരുമാനം. ചാണ്ടി ഉമ്മന് ഉയർന്ന പദവി നൽകാനും ആലോചനയുണ്ട്. കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും നേതാക്കളെ ഒരുമിച്ച് നിർത്താനുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, കെ സുധാകരൻ, വി.ഡി. സതീശൻ എന്നിവരുമായി കെ.പി.സി.സി നേതൃത്വം ചർച്ചകൾ നടത്തി അഭിപ്രായ ഭിന്നതകൾ ഉടൻ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലുള്ള വടംവലിയും അഭിപ്രായ ഭിന്നതയും വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിലാണ് നേതൃത്വം ഇത്തരത്തിൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോകലിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്.